വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 13. സഭ ശ്ലൈഹികമാണ്. ഈശോ ഒരിക്കൽ മലമുകളിലേക്ക് കയറി. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി 12 പേരെ അവൻ നിയോഗിച്ചു. ശ്ലീഹന്മാരാകുന്ന അടിത്തറമേലാണ് ഈശോ സഭയെ സ്ഥാപിച്ചത്. സഭയുടെ ശ്ലൈഹികതയുടെ അടിസ്ഥാനം ഇതാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് മിശിഹായാണ്. മിശിഹായിൽ ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മിശിഹാ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളും അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൻ്റെ പ്രഘോഷകരും ആയിത്തീരുവാൻ വിളിക്കപ്പെട്ട ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ അവിടുത്തെ സാക്ഷികളായി മാറി. ശ്ലീഹന്മാരുടെ സാക്ഷ്യവും പ്രഘോഷണവുമാണ് സഭയുടെ രൂപീകരണത്തിന് കളമൊരുക്കിയത്. ശ്ലീഹന്മാരുടെ വിശ്വാസാനുഭവം. ശ്ലീഹന്മാരുടെ വിശ്വാസാനുഭവമാണ് സഭയുടെ അടിസ്ഥാനം. ഞാൻ ആരാണ് എന്ന ഈശോയുടെ ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു എന്ന് പത്രോസ് മറുപടി നൽകി. ശിമയോൻ്റെ ഈ പ്രഖ്യാപനത്തിൽ സംപ്രീതനായി ഈശോ പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പത്രോസെ, നീ പാറയാകുന്നു. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. ശ്ലീഹന്മാരുടെ പ്രതിനിധിയായി പത്രോസ് നസ്രായനായ ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഉദ്ഘോഷിച്ചതും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണല്ലോ. ഈശോയെ കർത്താവും ദൈവവുമായി ശ്ലീഹന്മാർ വിശ്വസിച്ചു. ആ വിശ്വാസം അവർ പ്രഘോഷിച്ചു. അവരുടെ വിശ്വാസ പ്രഘോഷണം ശ്രവിച്ചവർ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ശ്ലീഹന്മാരുടെ വിശ്വാസാനുഭവം സഭയുടെ അടിത്തറയായി മാറി. ശ്ലീഹന്മാരുടെ ദൗത്യങ്ങൾ. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് ആനയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെ തൻ്റെ വിശുദ്ധ ജനമാക്കുവാൻ അവിടുന്ന് പദ്ധതി ഒരുക്കി. ചില വ്യക്തികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ദൈവം ഇക്കാര്യം നടപ്പിലാക്കിയത്. പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ എന്നിവരാണ് അവർ. പ്രവാചകന്മാർ ദൈവനാമത്തിൽ ഇസ്രായേലിനോട് സംസാരിക്കുകയും അവരുടെ വീഴ്ചകളിൽ അവരെ തിരുത്തുകയും ചെയ്തു. പുരോഹിതന്മാർ ദൈവജനത്തിൻ്റെ വിശദീകരണത്തിനാവശ്യമായ ബലികൾ അർപ്പിച്ചു. രാജാക്കന്മാർ ഇസ്രായേലിനെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്തു പോന്നു. ഇസ്രായേലിന് രക്ഷാകരമായ അനുഭവം പ്രദാനം ചെയ്തിരുന്ന ഈ ത്രിവിധ ദൗത്യങ്ങൾ വരാനിരുന്ന മിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ടു. ഈശോ ഒരേ സമയം പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്നു. ഈശോ ശ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ 3 ദൗത്യങ്ങളും അവർക്ക് കൈമാറി. ഈശോയുടെ രക്ഷാകരമായ ദൗത്യം ശ്ലീഹന്മാർ നിർവഹിച്ചത് പഠിപ്പിക്കുന്ന പ്രവാചക ദൗത്യത്തിലൂടെയും വിശദീകരിക്കുന്ന പുരോഹിത ദൗത്യത്തിലൂടെയും ഇടയനെടുത്ത രാജകീയ ദൗത്യത്തിലൂടെയുമാണ്. ഈ ദൗത്യങ്ങളിലാണ് ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ പങ്കുപറ്റുന്നതും. ശ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശ്ലീഹന്മാർ ഈശോ കൽപ്പിച്ചിരുന്നത് പോലെ സകല ജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. യൂതന്മാർ കുരിശിൽ തറച്ചുകൊന്ന നസ്രായനായ ഈശോയെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചുവെന്നും ഈശോ ഇന്നും ജീവിക്കുന്നുവെന്നും തങ്ങൾ അതിന് സാക്ഷികളാണെന്നും അവർ വ്യക്തമാക്കി. മാത്രമല്ല, കുരിശിൽ തറയ്ക്കപ്പെട്ട് യഹൂദ ദൃഷ്ടിയിൽ ശപിക്കപ്പെട്ടവനായി മരിച്ച ഈശോ വരാനിരുന്ന രക്ഷകനാണെന്നും കർത്താവെന്ന ഉന്നതമായ നാമം നൽകി ദൈവം അവിടുത്തെ ഉയർത്തിയെന്നും അവർ പ്രഖ്യാപിച്ചു. മിശിഹായിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ നാമം ഏറ്റുപറയുന്നവരുമാണ് രക്ഷ പ്രാപിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഈ പ്രബോധനങ്ങളുടെ പേരിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നപ്പോഴും കൂടുതൽ തീക്ഷ്ണതയോടെ അവർ ഈ സത്യം പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. ശ്ലീഹന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരും അവർ ചെന്നു ചേർന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകി. ശ്ലീഹന്മാരും സഭാ സമൂഹങ്ങളും.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാർ മിശിഹായുടെ കൽപ്പനപ്രകാരം സുവിശേഷ സന്ദേശവുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. സ്ലീഹന്മാർ സുവിശേഷം പ്രഘോഷിച്ച സ്ഥലങ്ങളിലെല്ലാം വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. മാർത്തോമാ സ്ലീഹ പേർഷ്യ, ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അതിനാൽ ഈ പ്രദേശങ്ങളിലെ സഭാ സമൂഹങ്ങൾ മാർത്തോമാ സ്ലീഹായെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. സീറോ മലബാർ സഭയുടെ ശ്ലൈഹിക പൈതൃകം. മാർത്തോമാ സ്ലീഹായിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഈ വിശ്വാസ പാരമ്പര്യമാണ് സീറോ മലബാർ സഭാംഗങ്ങളായ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാർത്തോമാ നസ്രാണികൾ, മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നിങ്ങനെയുള്ള സംജ്ഞകൾ നമ്മുടെ സഭയുടെ ശ്ലൈഹികാടിസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ അവിടുത്തോടൊപ്പം ജീവിക്കുവാനും മരിക്കുവാനും സന്നദ്ധത പ്രകടിപ്പിച്ച സ്ലീഹായാണ് മാർത്തോമാ സ്ലീഹ. ഈ സ്ലീഹായിലൂടെ കൈവന്ന വിശ്വാസാനുഭവമാണ് നമ്മുടെ സഭയുടെ ശ്ലൈഹിക അടിസ്ഥാനം. മെത്രാന്മാർ. സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അവർ തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസത്തിൻ്റെ ആധികാരിക പ്രബോധകരും പ്രധാന ആചാര്യന്മാരും അജപാലകരുമാണ്. കർത്താവിൻ്റെ അജഗണത്തിൽ തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിഭാഗത്തിൻ്റെ പാലനം അവർ നിർവഹിക്കുന്നു. രൂപതയാകുന്ന പ്രാദേശിക സഭയുടെ തലവനാണ് മെത്രാൻ. മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് മെത്രാൻ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. മേജർ ആർച്ച് ബിഷപ്പ്. മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് ഭരണം നിർവഹിക്കുന്ന സ്വയംഭരണാധികാരമുള്ള പ്രാദേശിക സഭകളാണ് പേട്രിയാർക്കൽ സഭകൾ. പേട്രിയാർക്കൽ സഭയുടെ തലവൻ പാത്രിയാർക്കീസ് ആണ്. പേട്രിയാർക്കൽ സഭകൾ കൂടാതെ തത്തുല്യമായ അധികാരാവകാശങ്ങളോടുകൂടിയ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളുമുണ്ട്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പാണ്. സീറോ മലബാർ സഭ 1992 ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. എറണാകുളം അങ്കമാലി ആസ്ഥാനമായുള്ള നമ്മുടെ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറയാണ്. 1997 മാർ വർക്കി വിധേയത്തിൽ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. 2011 മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. മാർപ്പാപ്പയുടെ പരമാധികാരം. ഈശോ തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരുടെ സംഘത്തിൽ ഈശോ തന്നെ പ്രാമുഖ്യം കൊടുത്ത വ്യക്തിയാണ് ശിമയോൻ പത്രോസ്. ഈശോയുടെ ജീവിതത്തിലെ സർവ്വപ്രധാനമായ എല്ലാ സന്ദർഭങ്ങളിലും ഈശോ പത്രോസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈശോയുടെ പ്രത്യേക പരിഗണനയ്ക്കും സ്നേഹത്തിനും ശാസനയ്ക്കുമൊക്കെ പാത്രീഭൂതനായ പത്രോസിന് തൻ്റെ സഭയുടെ സ്ഥാപനത്തിലും ദൗത്യത്തിലും മുഖ്യസ്ഥാനം അവിടുന്ന് നൽകി. സഭയുടെ മേൽ പത്രോസിന് പരമാധികാരം നൽകുന്നതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. പത്രോസ് ആകുന്ന പാറമേൽ സഭ സ്ഥാപിക്കുമെന്നും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ അവന് നൽകുമെന്നും ഈശോ വാഗ്ദാനം ചെയ്തു. 12 പേരിൽ ഒന്നാമനായി ഈശോ പത്രോസിനെ നിയമിച്ചുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. അതിനാൽ മെത്രാന്മാരിൽ ഒന്നാമനാണ് മാർപ്പാപ്പ. കാരണം മാർപ്പാപ്പ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയാണ്. മാർപ്പാപ്പ ഒരേ സമയം റോമിൻ്റെ മെത്രാനും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമാണ്. സാർവത്രിക സഭയെ മുഴുവനും നയിക്കുവാനും വിശുദ്ധീകരിക്കുവാനും പഠിപ്പിക്കാനുമുള്ള അധികാരം മാർപ്പാപ്പയ്ക്കുണ്ട്. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ മാർപ്പാപ്പയുടെ പരമാധികാരം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ചാക്രിക ലേഖനങ്ങളിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും മാർപ്പാപ്പമാർ സഭാമക്കൾക്ക് ആധികാരിക പഠനങ്ങൾ നൽകുന്നു. മെത്രാന്മാരുടെ സംഘാത്മകത. വിശുദ്ധ പത്രോസും ബാക്കി 11 സ്ലീഹന്മാരും ചേർന്നുണ്ടായ ശ്ലൈഹിക കൂട്ടായ്മ പോലെ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരും പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയും ചേർന്ന മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് സഭയെ നയിക്കുന്നത്. മെത്രാൻ സംഘത്തിൻ്റെ തലവൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പായോട് ചേർന്ന് മെത്രാന്മാർ തങ്ങളുടെ ശ്ലൈഹികാധികാരം വിനിയോഗിക്കുമ്പോൾ സാർവത്രിക സഭയിൽ മെത്രാന്മാരുടെ സംഘാത്മകത പ്രകടമാകുന്നു. സഭയിൽ മെത്രാന്മാരുടെ സംഘാത്മകത പ്രകടമാകുന്ന സർവപ്രധാന വേദിയാണ്
എക്യുമെനിക്കൽ കൗൺസിൽ അഥവാ സാർവത്രിക സൂനഹദോസ്. സ്ലീഹന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന സഭയാണ് കത്തോലിക്ക സഭ. ഈ സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സ്ലീഹന്മാരിലൂടെ കൈവന്ന വിശ്വാസ പൈതൃകം സംരക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉത്തരം കണ്ടെത്താം. ചോദ്യം 1. സ്ലീഹന്മാരുടെ വിശ്വാസാനുഭവം സഭയുടെ അടിത്തറയാകുന്നതെങ്ങനെ? സ്ലീഹന്മാരുടെ വിശ്വാസാനുഭവമാണ് സഭയുടെ അടിസ്ഥാനം. ഈശോയെ കർത്താവും ദൈവവുമായി സ്ലീഹന്മാർ വിശ്വസിച്ചു. ആ വിശ്വാസം അവർ പ്രഘോഷിച്ചു. അവരുടെ വിശ്വാസ പ്രഘോഷണം ശ്രവിച്ചവർ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ സ്ലീഹന്മാരുടെ വിശ്വാസാനുഭവം സഭയുടെ അടിത്തറയായി മാറി. ചോദ്യം 2. സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ ദൗത്യങ്ങൾ ഏവ? ഈശോയുടെ രക്ഷാകരമായ ദൗത്യം സ്ലീഹന്മാർ നിർവഹിച്ചത് പഠിപ്പിക്കുന്ന പ്രവാചക ദൗത്യത്തിലൂടെയും വിശുദ്ധീകരിക്കുന്ന പുരോഹിത ദൗത്യത്തിലൂടെയും ഇടയനെടുത്ത രാജകീയ ദൗത്യത്തിലൂടെയുമാണ്. ഈ ദൗത്യങ്ങളിലാണ് സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ പങ്കുപറ്റുന്നത്. ചോദ്യം 3. നോട്ട് കുറിക്കുക. സീറോ മലബാർ സഭയുടെ ശ്ലൈഹിക പൈതൃകം. മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഈ വിശ്വാസ പാരമ്പര്യമാണ് സീറോ മലബാർ സഭാംഗങ്ങളായ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാർത്തോമാ നസ്രാണികൾ, മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നിങ്ങനെയുള്ള സംജ്ഞകൾ നമ്മുടെ സഭയുടെ ശ്ലൈഹികാടിസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ അവിടുത്തോടൊപ്പം ജീവിക്കുവാനും മരിക്കുവാനും സന്നദ്ധത പ്രകടിപ്പിച്ച ശ്ലീഹായാണ് മാർത്തോമാ ശ്ലീഹ. ഈ ശ്ലീഹായിലൂടെ കൈവന്ന വിശ്വാസാനുഭവമാണ് നമ്മുടെ സഭയുടെ ശ്ലൈഹികാടിസ്ഥാനം. ചോദ്യം 4. സഭയിൽ മെത്രാന്മാരുടെ സംഘാത്മകത പ്രകടമാകുന്നതെപ്പോൾ? വിശുദ്ധ പത്രോസും ബാക്കി 11 സ്ലീഹന്മാരും ചേർന്നുണ്ടായ ശ്ലൈഹിക കൂട്ടായ്മ പോലെ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരും പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയും ചേർന്ന മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് സഭയെ നയിക്കുന്നത്. മെത്രാൻ സംഘത്തിന്റെ തലവൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയോട് ചേർന്ന് മെത്രാന്മാർ തങ്ങളുടെ ശ്ലൈഹികാധികാരം വിനിയോഗിക്കുമ്പോൾ സാർവത്രിക സഭയിൽ മെത്രാന്മാരുടെ സംഘാത്മകത പ്രകടമാകുന്നു. ചോദ്യം 5. മാർപ്പാപ്പയുടെ പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? സഭയുടെ മേൽ പത്രോസിന് പരമാധികാരം നൽകുന്നതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിക്കുമെന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അവന് നൽകുമെന്നും ഈശോ വാഗ്ദാനം ചെയ്തു. 12 പേരിൽ ഒന്നാമനായി ഈശോ പത്രോസിനെ നിയമിച്ചുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതിനാൽ മെത്രാന്മാരിൽ ഒന്നാമനാണ് മാർപ്പാപ്പ. കാരണം മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ്. മാർപ്പാപ്പ ഒരേ സമയം റോമിന്റെ മെത്രാനും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമാണ്. സാർവത്രിക സഭയെ മുഴുവനും നയിക്കുവാനും വിശുദ്ധീകരിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അധികാരം മാർപ്പാപ്പയ്ക്കുണ്ട്. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ മാർപ്പാപ്പയുടെ പരമാധികാരം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു.